ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പവും അതുപോലെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ നമ്മളെ ഫ്രൈഡ് റൈസ്, മിക്സഡ് ഫ്രൈഡ് റൈസ്. എനിക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ ബീൻസ്, ഒരു കുഞ്ഞ് സവാള, അതെല്ലാം പിള്ളേർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ആ വെജിറ്റബിൾസ് എല്ലാം ഉപ്പിട്ടിട്ട് അതിലൊന്ന് വാട്ടിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഉപ്പും കുരുമുളകും കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പിച്ചെടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. ആ വെള്ളം കൂടി അതിൽ ഒഴിച്ച് കൊടുക്കണം, വെള്ളം കളയരുത് കേട്ടോ. ഉപ്പിട്ട് ചിക്കി എടുത്തിട്ടുള്ള മുട്ട അതും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള അരി, ഇന്ത്യ ഗേറ്റാണ് കേട്ടോ അരി എടുത്തേക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ സോയാ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അവസാനം നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കുക. അധികം ഇളക്കി ഉടച്ച് കളയരുത്, അരി ഒന്നും ഉടച്ച് കളയരുത്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും അതിൽ കുറച്ച് സവാള, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾ ചോറിനട്ടെ.